ഞാനും ബൽക്കി ഇപ്പോൾ ഉള്ളത് ഓസ്ട്രിയയിലെ സ്പീൽബർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ബൽക്കിക്ക് ആക്ച്വലി അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് Formula 1 കാണാൻ ഓപ്ഷൻ കിട്ടുന്നത് കേട്ടോ. ബൽക്കിക്ക് മാത്രമല്ല എനിക്കും. അപ്പം ഭയങ്കര ഹാപ്പിയാണ് ഇന്ന്. കാരണം എല്ലാവർക്കും കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി അല്ല Formula 1 കാണുകയെന്ന് പറയുന്നത്. അത് ഭയങ്കര എക്സ്പെൻസീവ് ഗെയിമാണ്. ടിക്കറ്റ്സ് ആണെങ്കിൽ ഒക്കെ എക്സ്പെൻസീവാണ്. അപ്പോൾ ഓസ്ട്രിയൻ ഗ്രാൻഡ് പി കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് വന്നിട്ടുള്ളത്. ഓസ്ട്രിയൻ ഗ്രാൻഡ് പി ആണ് ഇതിപ്പോൾ റെഡ് ബുളിൻ്റെ സ്വന്തം അരീന കേട്ടോ. ഇവിടുന്ന് ഒരു മാച്ച് കാണുമെന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരു റേസ് കാണുമെന്ന് അതും ഭയങ്കര ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഈ ഒരു ഏരിയ ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇത് ആക്ച്വലി നമ്മുടെ ബൈക്ക് പാർക്ക് ചെയ്യുന്നൊരു ഏരിയയാണ്. ഇവിടെ ഒരുപാട് ബൈക്സ് പല കൺട്രിയിൽ നിന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരു ബൈക്സ് മാത്രമേ ഉള്ളൂ. യൂറോപ്പിലെ പല കൺട്രീസും അതുപോലെ തന്നെ നമുക്ക് UK എന്നൊക്കെയുള്ള വണ്ടികൾ ഒരുപാട് ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ട് ആൾക്കാർക്ക് ഇവിടെ വണ്ടി വെക്കുന്നുണ്ട്. ഇവിടുന്ന് കിലോമീറ്ററുള്ള ദൂരത്തിൽ കാർ പാർക്കിംഗ് ഉണ്ട്. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ പരിപാടി കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഈ ഒരു ട്രാക്കിലാണ് MotoGPയും അതുപോലെ തന്നെ Formula 1 പോലത്തെ മത്സരങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമുക്കിതേ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഗസ്റ്റാണ്. അതുപോലെ നമ്മളെ വണ്ടിക്കും പെർമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ചെയ്തതെന്ന് ആരാന്ന് അറിയണ്ടേ? സോ നമ്മളാണ് ഗൈസ്. നമ്മൾ എന്താണ് എസ്കേപ്പിക്ക് ഹോളിഡേയ്സ് ആണ് ബ്രോയ്ക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു കൊടുത്തേക്കുന്നത്. സോ എന്തായാലും ഇവിടെ ഈ ഒരു ട്രാക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Formula 1 റേസിംഗിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതായത് നമ്മുടെ ആൽപ്സ് പർവ്വതങ്ങളുടെ നടുക്കുള്ള സ്പീൽബർഗിലാണ് നമ്മളുള്ളത്. ഇവിടെ അടിപൊളി ഒരു ട്രാക്കാണ്. ഫെർസ്റ്റപ്പാൻ്റെ, അതായത് പുള്ളിയുടെ ഒരു ഹോം ഗ്രൗണ്ടാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന ഫാൻസ് ശരിക്കും പറഞ്ഞാൽ ഫെർസ്റ്റപ്പാൻ്റെ ഫാൻസാണ്. സോ നമ്മളെന്തായാലും മല്ലു ട്രാവലിൻ്റെ കൂടെ ഇന്ന് എന്തായാലും അടിച്ചു പൊളിക്കും. ഇതിപ്പോൾ ഇവൻ്റെ വ്ളോഗ് അതാണ് ഞാൻ എന്തായാലും ഇങ്ങനെ കൈയടക്കും ചിലപ്പോൾ. ഇവൻ ആക്ച്വലി ഭയങ്കര എനർജറ്റിക് ആണ്. അപ്പോൾ നമ്മൾ ഓടി തളർന്ന് പണ്ടാണെങ്കിൽ നമ്മുടെ എനർജിയൊക്കെ ചോർന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഞാനും ബൽക്കിയും കൂടെ നേരെ ഉള്ളിലേക്കാണ് പോണത്. പിന്നെ ഇതൊക്കെ ഇവൻ സംഘടിപ്പിച്ച് തന്നതാണ്. ഇതിൻ്റെ വണ്ടിയുടെ ഒരു പെർമിറ്റ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ അവൻ സംഘടിപ്പിച്ച് തന്നതാണ്. പിന്നെ വേറെ കാര്യം, അവിടെ KTMൻ്റെ ആൾക്കാർ ഫ്രീ ആയിട്ടൊരു സാധനം കൊടുക്കുന്നുണ്ട്. വരുന്ന എല്ലാവർക്കും ഉണ്ടോ ഈ സ്റ്റാൻഡ് സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ടൊരു സുന തരുന്നുണ്ട്. നോക്കി നിങ്ങൾ, ഇത് KTMൻ്റെ കമ്പനിക്കാർ അവിടെ നിന്ന് ഫ്രീ ആയിട്ട് തരുന്നു കേട്ടോ. പിന്നെ വേറൊരു സംഭവം എന്ന് അറിയാമോ, മലയാളികളായിട്ട് നമ്മൾ മാത്രമേ ഇവിടെ കാണത്തുള്ളൂ കേട്ടോ. ഞാൻ ഇതിനൊരു ബെറ്റ് പിടിക്കുന്ന, ഞാൻ എൻ്റെ തല മൊട്ടയടിക്കും. ഇന്ന് മിനിമം മലയാളികൾ ഇവിടെ. മലയാളികളില്ലാത്തൊരു പരിപാടി എവിടെ ഇല്ല കേട്ടോ. ശരിയാണ്. എങ്കിലും നമ്മൾ മലയാളികളാണെങ്കിൽ ബ്രോ ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മലയാളികൾ എനിക്കറിയത്തില്ല, ചിലപ്പോൾ കാണുമായിരിക്കും, ചിലപ്പോൾ ബ്രോയുടെ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയട്ടെ. പക്ഷെ എൻ്റെ ഒരു വിശ്വാസം മലയാളികളായിട്ട് നമ്മൾ മാത്രമേ ഉള്ളതാണ്. അതെന്താ അറിയോ, നമ്മളെ ഇവർ പോകുമ്പോൾ ചിലപ്പോൾ ഇവരോട് സംസാരിക്കില്ല. പക്ഷെ നമ്മളെ കാണുമ്പോൾ ആൾക്കാർ സംസാരിക്കാൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും മലയാളികളാണോ ഇല്ലെന്ന് കേട്ടോ. സോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. ആഴ്ചകളായിട്ട് ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് റെഡ് ബുളിൻ്റെ ഒരു സെറ്റപ്പാണ്. നമ്മൾ റേസിനൊക്കെ ഒരുപാട് പോകുന്നുണ്ട്. നമ്മൾ മോട്ടോക്രോസ് റേസിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് സെറ്റപ്പ് ഉണ്ടാകുന്നത്. പക്ഷേ ഇത് വേറെ തന്നെ ഒരു വൈബ് കേട്ടോ. ഇവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട് കണ്ടോ. ഫുഡ് കോർട്ടുകൾ, മെർച്ചൻഡൈസ് വെക്കുന്നത്, ടീഷർട്ട്സ് വെക്കുന്നത്, ജേഴ്സീസ് വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഓരോരോ റൈഡേഴ്സിന് ഓരോരോ ടീമിൻ്റെ ജേഴ്സീസൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. അതിൻ്റെ പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലാംഗോസ് നോർമൽ, ലാംഗോസ് ടോസ്റ്റ്, ഫ്രോസൺ ലാംഗോസ്. ഇത് കോഫി ഷോപ്പിൻ്റെ റേറ്റ് കേട്ടോ, മാറിപ്പോയി, സോറി ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇത് ഒരു, അതായത് കുറേ എൻട്രൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു എൻട്രൻസ് ആണിത്. നമുക്ക് മെയിൻ എൻട്രൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്താണ്. അവിടെ ഇവിടെ നിന്ന് കയറിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ടേക്ക് പോകാൻ പറ്റും. കുറേ എൻട്രൻസുകൾ, കുറേ ആൾക്കാർ വരുന്നതാണ്. ആൾക്കാർ ഇത്രയും ദൂരം വന്ന് ക്യാമ്പ് ചെയ്ത് രാത്രി പാർട്ടിയൊക്കെ എൻജോയ് ചെയ്ത്. ഇത് UK ഫ്ലാഗ് എന്ന് വെച്ചാൽ ഈ വ്യക്തി UK വന്നതാണ്. അപ്പോൾ അവരുടെ ടെറിട്ടറിയിൽ അവർ ഫ്ലാഗ് അടിച്ച് കുറ്റിക്കരുത് കേട്ടോ. അവിടെ ഏതോ ഒരു കൺട്രിയുടെ ഫ്ലാഗ് ഉണ്ട്. ഇവിടെ മുഴുവനും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡൊക്കെ നിറയെ നമുക്ക് കാരവാൻസ് കാണാൻ പറ്റും. യൂറോപ്പിൽ അവിടെ ഫാൻസ് പാട്ട് പാടുന്നത്, ബിയറൊക്കെ അടിച്ചത് സെറ്റ് കേട്ടോ. ക്യാമറ ഓണാക്കി കിതപ്പ് തീർത്തിട്ടാള്. രാവിലെ വന്നിട്ടുണ്ടെങ്കിലേ നമുക്ക് ഇതാണ് ഇവിടുത്തെ ഫാൻസ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് വന്ന ഫെർസ്റ്റപ്പാനൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ന് 11:30 നാളെ 12 മണിക്കാണ് കേട്ടോ. നാളെ 12 മണിക്ക് നമ്മൾ വരും. നോക്കാം. ഒരുപാട് നടക്കാനുണ്ട്, കുറച്ചൊന്നുമില്ല. ഇവിടെ നിന്നൊക്കെ നമ്മൾ ബാഗൊക്കെ ഓപ്പൺ ആക്കി ഫുൾ സ്കാനും ചെയ്തിട്ട് വിടുള്ളൂ കേട്ടോ. ഇവിടെ ചെക്കിങ് കേട്ടോ. ക്യാമറ വിടാനുള്ള പ്രശ്നമൊന്നുമില്ല. നമ്മൾ ബ്രോ ക്യാമറയ്ക്ക് നമുക്ക് ഒളിപ്പിക്കാൻ അറിയാം ബ്രോ. നമ്മളിപ്പോൾ ചെക്കിങ് കഴിഞ്ഞു കേട്ടോ, ഉള്ളിലേക്ക് കയറി. പിന്നെ വേറെ കാര്യമുണ്ട്, അവിടെ വെള്ളത്തിൻ്റെ ഒരു സാധനം ഇവർ അലോഡ് ചെയ്യുന്നില്ല, എല്ലാവരും പിടിക്കുന്നുണ്ട്. മറ്റേ സൺസ്ക്രീനിൽ നമ്മുടെ സ്പ്രേ പോലും അവന്മാർ കയറ്റി വിടുന്നില്ല. പക്ഷെ എൻ്റെ പുറത്ത് 2 ലിറ്റർ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ അവനെ തുറന്നു നോക്കിയിട്ടാണ് ഒഴിവാക്കി വിട്ടിടും. ഇവർക്ക് ചാടാൻ പറയാൻ പറ്റില്ല, മൊത്തം ബാഗല്ല. ഇതെങ്ങനെ അവർ വേസ്റ്റിലേക്ക് ഇടുക.
ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഈ കൊച്ചിയിലെ അവിടെയൊക്കെ ക്രിക്കറ്റൊക്കെ വരുമ്പം അറിയാലോ, അതിൻ്റെ അകത്തൊക്കെ ഇവന്മാർ അറക്കലാണ്. IPL പോലത്തെ ഒരുപാട് മത്സരങ്ങൾ ഭയങ്കര തട്ടിപ്പാണ്. ഇങ്ങനെയുള്ള മർച്ചൻഡൈസ് അല്ലെങ്കിൽ സാധനങ്ങൾ വെക്കുന്ന ഉള്ളിൽ. നിങ്ങൾ ഇതുപോലത്തെ ബാഗ് എടുത്ത് പോയാൽ മതി, 2 ലിറ്റർ വെള്ളം കൊള്ളും. ഫുൾ പെപ്സി എന്നാ വേണ്ട ഫില്ല് ചെയ്യുക, വെള്ളം എന്നാ വേണ്ട ഫില്ല് ചെയ്യുക, അതിൻ്റെ ഉള്ളിപ്പരി പിടിക്കുക കേട്ടോ. അപ്പം ബൽക്കിനെ ഫുൾ ആൾക്കാർ നോക്കുന്നുണ്ട്. അതന്നെ ജീൻസ് ഇട്ടോണ്ടായിരിക്കും ചൂടായെന്ന് വിചാരിച്ചിട്ടേ. നമുക്ക് ചൂടൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കാണുമ്പോൾ വിചാരിക്കും ഇവര് ചൂടത്തെന്ത് ജീൻസ് ഇട്ടോണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ നമ്മൾ ജീൻസ് ഇട്ടോണ്ട് തന്നെ നടന്നിട്ടുള്ള ഇത്ര 40 ഡിഗ്രി. നമുക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ലല്ലോ. പക്ഷെ ഇവർക്ക് ശരിക്കും പറഞ്ഞോണ്ടല്ലേ കാണുമ്പോൾ ഒരു ചൂടളവും. ഇതെന്താ വെച്ചാൽ ഇവിടെ നമുക്ക് വന്നിട്ട് ഫാൻ ഫോട്ടോ എടുക്കാൻ പറ്റും. ഈ ഒരു പോഡിയം കണ്ടോ, 1, 2, 3 പോഡിയം, അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ഇനി അതിൻ്റെ മുകളിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഇവിടെ വരുന്നതിന് മുന്നേ നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യണം. ഓൺലൈനിൽ QR കോഡ് വെച്ച് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നിറയെ ആൾക്കാർ വെയിറ്റ് ചെയ്യണം. ഞാനും ബൽക്കി മുമ്പിൽ QR കോഡ് ഇല്ലാണ്ട് എത്തിയിട്ട് അപ്പോൾ ഈ ഒരു ഗേൾ പറഞ്ഞു നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ QR കോഡ് അവനവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. നമ്മളത് ക്യാൻസൽ ചെയ്തു, കാരണം അതിന് ഭയങ്കര ടൈം എടുക്കുന്നുണ്ട്. 20 യൂറോ മാത്രമേ ഉള്ളൂ. ഇന്നലെ നമ്മൾ തിന്നത് 2 യൂറോ ആയിരുന്നു. ഇവിടെ എല്ലാവരും ബിയർ അടിയാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ തലക്കൊടിക്കേണ്ട അറിയില്ല. ഇവർ ഒരു ബിയർ മേടിച്ച് 1 മണിക്കൂർ മെല്ലെ സിപ്പ് ചെയ്ത് സംസാരിച്ച് അങ്ങനെ കേട്ടോ. അപ്പോൾ അത് ബോഡിയിൽ നല്ലതിലങ്ങ് പൊക്കോളും. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്, ഒരുപാട് സെറ്റപ്പുകൾ. ഷിൻസെങ് കോണിക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു ഫേമസ് ഫുഡുകളൊന്നാണ് സ്നിറ്റ്സൽ. നമ്മുടെ നല്ല ബിരിയാണി എന്ന് പറയുന്നത് ഇവിടുത്തെ സ്നിറ്റ്സലാണ്. വീനർ സ്നിറ്റ്സൽ, ബർഗർ, തോമസ് എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ ഫ്രഞ്ച് ഫ്രൈസ്. പിന്നെ സ്നിറ്റ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താണ് ചിക്കൻ മറ്റേ സാധനമൊക്കെ ഇട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന സാധനമാണ് സ്നിറ്റ്സൽ എന്ന് പറയുന്നത്. അത് ഓസ്ട്രിയക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എവിടെ പോയാലും നമ്മുടെ സദ്യ വേണമെന്ന് പറയുന്ന അവർ പറയും വീനർ സ്നിറ്റ്സൽ വേണമെന്ന് പറയും കേട്ടോ. നമുക്ക് നാട്ടിൽ നമുക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങിയാലോ? നാട്ടിലൊരെണ്ണം തുടങ്ങാൻ നല്ലതായിരിക്കും. ഇവിടെ ഒരു ഐസ്ക്രീമിൻ്റെ ഷോപ്പാണ്. എടുത്തോട്ടോ, ട്രാക്ക് എടുത്തു. ഇത് ഫോർമുല 1 കാറുകളുടെ കളക്ഷൻസാണ്. പഴയ കാലത്തുള്ള കളക്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്. വാവ്, പഴയ കാലത്തുള്ള വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ വണ്ടികൾ ചെറുതായിരുന്നു, പിന്നെ അതെന്താണെന്ന് എനിക്ക് വലുതാന്ന് തുടങ്ങി. ഈ വണ്ടി നിക്കി ലൗഡൻ്റെ വണ്ടി കേട്ടോ. പുള്ളി ഓടിച്ച വണ്ടിയാണ്. പുള്ളി ഭയങ്കര ഫേമസ് ആണ്. പുള്ളിയുടെ പേരിലൊരു സിനിമയൊക്കെ ഇറക്കിയിട്ട് ഞാൻ ഇരുന്ന് കണ്ടു കേട്ടോ. ഞാൻ പുള്ളി അതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഞാൻ മൂവിയെല്ലാം കണ്ടതാണ്. ഞാൻ ഭയങ്കര ഫാനാണ് സീരിയസ്ലി. പുള്ളിയുടെ റിയൽ റേസിംഗ് ഡയറക്ടറായിട്ടില്ലെങ്കിലും ആ മൂവിയെല്ലാം കണ്ടപ്പോൾ ഭയങ്കര ഫാനാണ് കേട്ടോ. ഭയങ്കര ഒരു ഇൻസ്പയറിങ് പേഴ്സണാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി കാണുമ്പോൾ എനിക്ക് അതാണ് ഫീൽ ആവുന്നത്. കാരണം ഈ ഒരു പേര് കാണുമ്പോൾ നമുക്ക് രോമാഞ്ചാണ്. പണ്ട് കാലത്ത് ആ ഒരു ഒരുപാട് അങ്ങോട്ടൊക്കെ എത്തുമ്പോൾ ലേറ്റസ്റ്റ് എത്തും. പക്ഷേ ഇതാണ് പഴയത് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്താൽ കേട്ടോ. അപ്പോൾ ആരാണ് പുള്ളി ഞങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ആൾക്കാരൊക്കെ ഇവിടെ കണ്ട് ബിയറൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടോ? കാരണം ഇവരൊന്നും അലൗഡ് ചെയ്യുന്നതിനാണ് ഇതിൻ്റെ ഉള്ളിൽ കയറും. ഓരോ പവലിലൊക്കെ കയറുമ്പോഴും ഇവർ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ വാങ്ങി വെക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിന്ന് കുടിച്ച് വരുവാന്നല്ലാണ്ട് ഇവിടെ ഒന്നുമില്ല. ചൂട് എന്നുള്ളത് ഇവിടുത്തെ മെയിൻ സാധനമാണ്. നമ്മളെല്ലാ സ്ഥലത്തും ഇങ്ങനെ വെള്ളം കുടിച്ച് പോകുന്നുണ്ടോ? ഓക്കെ വണ്ടി ചേടേ ഇത് ഫോഴ്സ് കൂർക്കേൻ്റെ ഒരു കോപ്പിയാണല്ലോ. ഫോഴ്സ് കൂർക്കയില്ലോ? ആ കൂർക്കൻ്റെ കോപ്പിയായിട്ട് അല്ലടാ ഇത് മറ്റേത് എന്താ പേര് ഗൾഫിലുണ്ട് ഇത്. ഈ വണ്ടി റെന്നിക്കേടോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് വണ്ടി. നമ്മളങ്ങനെ അകത്ത് കയറി പോയിക്കൊണ്ടിരിക്കലാണ്. നടന്ന് ഉപ്പാറളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കവിടെ പവലിയൻസ് കാണാൻ പറ്റും. ഓ നമുക്കിപ്പോൾ ഇവിടുന്ന് ബൽക്കിക്ക് ഫോർമുല എന്ന് ചോദിച്ചാൽ ബൽക്കി വരുന്നത് കുട്ടികളൊന്നും ഒരു പൊടിയില്ല. കലക്കുന്ന പൊടിയാന്ന് ബൽക്കി. എന്നോട് ചോദിച്ചു ഫോർമുല എന്ന് കേട്ടപ്പോൾ അവൾ അങ്ങനെ വിചാരിച്ചത്. അതൊക്കെ ഒരു കോമഡിയാണ്. ഇതിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഇവിടെ വരാൻ പറ്റണില്ല. ഇതിനെപ്പറ്റി ഒരു അന്തവും കുന്തം അറിയാത്ത ബൽക്കിയും ഞാനും ഇവിടെ എത്തി. ചില കാര്യങ്ങൾ നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അത് നമ്മുടെ തലയിലൊരു വര വരക്കണം എന്നാൽ മാത്രം നമുക്ക് കിട്ടുള്ളൂ. അത്ര കഷ്ടപ്പെട്ടാലും കിട്ടാത്ത കുറേ സംഭവങ്ങളുണ്ട്. സോ ഗായ്സ്, നമ്മളങ്ങനെ ആദ്യമായിട്ട് ഫോർമുല 1 റേസിൻ്റെ ട്രാക്കിലാണുള്ളത്. നാട്ടപ്പൊരു വെയിലാണ്. നല്ല വെയിലല്ല? സൂപ്പറല്ലേ?
ഭയങ്കര വെയിലാണ്, മുടിഞ്ഞ വെയിലാണ്, അൺസൈക്കബിൾ വെയിലാണ് ഗൈസ്. ഭയങ്കര വെയിൽ. ഇത്ര ആൾക്കാർ നോക്കിയാൽ കുപ്പായം പോലെയാണ് ആൾക്കാർ ഇരിക്കുന്നത് കേട്ടോ. വാവ്. ഇവരുടെ സ്പീഡിൽ പോകണില്ല, ഓവർ സ്പീഡൊന്നും ഇവർ എടുക്കുന്നില്ല. കാരണം ഇത് പ്രാക്ടീസ് ചെയ്യാണ്, അല്ലാണ്ട് റിയൽ റേസ് അല്ല. അതുകൊണ്ട് ഓവർ സ്പീഡ് എടുക്കുന്നില്ല. റിയൽ റേസിൽ ഇതിനെക്കാട്ട് സ്പീഡ് ഇവർ എടുക്കും. ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ലോകം മുഴുവൻ കാണുന്ന ഒരു ഗെയിമാണ്. അതേ മുകളിൽ നോക്കി ഹെലികോപ്റ്ററൊക്കെ പറക്കുന്നുണ്ട്, ഷൂട്ട് ചെയ്യുന്നുണ്ട് വീഡിയോസൊക്കെ. അത്രയും സെക്യൂർഡാണ്. Tradition i Maranello, der Heimat von Ferrari. Antonello Oscar Piastri, der im Moment നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ കുറച്ച് പേര് കണ്ടുകൊടുക്കുന്നുണ്ട്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് റയാനെ റേസിനിടാൻ പറയും വിടാത്ത. റയാനെ വിടുവാണെങ്കിൽ ഓനെ റേസ് നടക്കി, ഞാൻ വിടാത്തുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ജർമ്മനിയിലേക്ക് കൂടി വണ്ടി എടുത്ത് വരുമ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നെതർലാൻഡ്സിൻ്റെ ഒരുപാട് കാരവാൻസ് ഒക്കെ ലൈനായിട്ട് പോകുന്നത്, എങ്ങോട്ടൊക്കെ പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി കേട്ടോ. കാരണം നെതർലാൻഡ്സിലെ ആൾക്കാർ മുഴുവൻ ഇവിടെ ഉണ്ട്. ഇവരുടെ കാരവാൻസാണ് പുറത്തെടുക്കുന്നത്. ഈ വെറ്റപ്പാൻ എന്നുള്ള നെതർലാൻഡുകാരനായതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ ഫാൻസാണ് ആ രാജ്യത്തിലെ ആൾക്കാർ മൊത്തം. അപ്പം ഇപ്പം നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടിയില്ല. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമുക്ക് ആൻസർ കിട്ടി. ചില ഉത്തരങ്ങൾ അങ്ങനെ നമുക്ക് അനുഭവിച്ചിട്ട് നമുക്ക് ആൻസർ കിട്ടണം. ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ ശരിക്കും നല്ലോണം കൺഫ്യൂഷൻ. ഇത്രയും മണ്ണുള്ള ഒരുമിച്ചൊരു വെക്കേഷൻ ഉള്ളത്. എനിക്ക് എന്തെങ്കിലും ചൂട് എൻജോയ് ചെയ്യുന്നില്ല. ഉഷാറാക്കെ സംഭവല്ലേ, ഗെയിമിൽ അടിപൊളിയാണ്. പക്ഷെ വെയിലത്തിരുന്ന് കാണുന്നുണ്ടെന്ന് മാത്രം ശരിയല്ല. എൻ്റെ മോനെ വെയിലത്ത് പറ്റേക്ക് കറുത്തോന്ന് പറ സംഭവം. ആ ശരിക്കും പറഞ്ഞ വെള്ളം ചീറ്റുന്ന യന്ത്രം. ചൂട് മക്കയിലൊക്കെ പോയ നമ്മളോടോ പല. ശരിയാണല്ലേ, മക്കയിൽ ഇങ്ങനെ ഉണ്ടല്ലേ. ഞാനിവിടെ വേണം ആദ്യമായിട്ട് കാണുന്നത്. ഇതിന്റെ വലുതിന് ഇതൊക്കെ ചെറുത്. നിങ്ങൾ മക്കയിലോട്ട് പോവാ, ഒറ്റ വലിയ വർഷം കാണിച്ചു. ആ ക്യൂ നിൽക്കണം കേട്ടോ, എല്ലാവരും ക്യൂ ആണ്. ക്യൂ നിൽക്കണം. ഇവിടെ ചെറുതാണ്, പക്ഷേ ക്യൂ ഒന്നും നിൽക്കണ്ട. ചെന്ന് അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് അണ്ണാക്കിലോട്ട് അടിച്ച് കയറ്റിയോ. നോക്കി വാ. സ്വർഗം ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് ഭൂമിയിലെ സ്വർഗം. നല്ല ചൂട്ടത്ത് ഇങ്ങനെ പോയിട്ട് എൻജോയ് സ്വർഗം. ഈ ജ്യൂസ് വേണോ? ജ്യൂസ് വേണമെങ്കിൽ എന്താ വേണ്ടേ? വാ. ആൾക്കാർ എനിക്ക് വന്ന് 10 മിനിറ്റ് ഉള്ളിൽ നിന്നിട്ട് 10 മിനിറ്റ് പുറത്തിരിക്കുന്ന കേട്ടോ. മൊത്തം കാണാൻ വെച്ചാൽ ഈ ചൂട് കാരണം കണ്ടിന്യൂസ്ലി ഇരുന്നാലേ പൊരിഞ്ഞ് പണ്ടാറടങ്ങും കേട്ടോ. അതതിൻ്റെ സത്യം. ഇവിടെ എവിടെയും പെപ്സി വെക്കുന്നില്ല കേട്ടോ. പെപ്സി കോക്ക് പോലത്തെ സാധനങ്ങൾ വെക്കുന്നില്ല. ഇതുകൊണ്ട് ഇവരൊരു സ്റ്റാൻഡേർഡ് ഉണ്ടോ, ഇവർ വെള്ളം നിറക്കുന്നുണ്ട് കാലിക്കുപ്പിയിൽ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാണല്ലോ, നമ്മൾ എല്ലാ എയർപോർട്ടിലും എല്ലാ സ്ഥലത്തും വെള്ളം നിറക്കാനുള്ള സാധനം ഉണ്ടാവും. പക്ഷെ നമ്മളിതൊരു കുറവായിട്ട് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഫില്ല് ചെയ്യില്ല. അപ്പോൾ ഇത്രയും എക്സ്പെൻസീവായ വെള്ളം നമ്മൾ വാങ്ങുന്നതിനേക്കാളും നല്ലത് ഒരു കാലിക്കുപ്പി എടുത്ത് പോയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും, നമുക്ക് വേണ്ട പോലെ നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാം കേട്ടോ. ശരിക്കും എത്ര ആൾക്കാരെ വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. ക്യൂ നിൽക്കുന്നുണ്ടോ? ചൂടെടുക്കുന്ന എല്ലാം മോളാ. എയർപോർട്ടിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഇല്ലേ, അവർ വെള്ളക്കുപ്പിയൊക്കെ എടുത്ത് ചാടും. വെള്ളം അവർ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമുക്കതിന് ഓപ്ഷൻ കാലിക്കുപ്പി നമുക്ക് കൊണ്ടുപോകാം. അവർ ചാടാൻ പറ്റില്ല, വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ചാടാൻ പറ്റും. അപ്പോൾ കാലിക്കുപ്പി എടുത്ത് ഉള്ളിൽ പോയിട്ട് ഉള്ളിൽ നമുക്ക് എല്ലാ കൊച്ചി എയർപോർട്ടിൽ എല്ലാ സ്ഥലത്തും നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ട്. വെള്ളം ഫില്ല് ചെയ്യാം. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ അടുത്ത ടെർമിനലിൽ പോകുമ്പോൾ ഒഴിവാക്കുക, പിന്നെ ഫില്ല് ചെയ്യാം. ഇതാണ് ഫോർമുല 1ൻ്റെ വണ്ടി കേട്ടോ. 2026 ഇവരോട് ഓടിക്കുന്ന വണ്ടിയാണ്. അതിൻ്റെ ഒരു ഡെമോ ആണ്. അപ്പോൾ ഇവർ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട് ഇവിടെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കേട്ടോ. നോക്കി എന്ത് ലെങ്ത്താണ് ശരിക്കും, എന്താ രസമല്ലോ. ആ ഗ്ലാസ് കണ്ടോ, വി ഷേപ്പിൽ കുഞ്ഞ് ഗ്ലാസ്സാണുള്ളത്.
ഇവിടെ സ്പോൺസേഴ്സിനൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്. പിറേലി, അറാംകോ സൗദിയുടെ കേട്ടോ. സോ അറാംകോ ആക്ച്വലി ഒരുപാട് ഫണ്ട് ഈ ഒരു ഫീൽഡ് ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഖത്തറിൻ്റെ ബേസ് ഖത്തറും സൗദിയാണ് ഈ ഓട്ടോ സ്പോർട്ട് ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്നത് മിഡിൽ ഈസ്റ്റിലെ കൺട്രി. പിന്നെ ഈ ഒരു നെറ്റ് കണ്ടോ, ഇതൊക്കെ ഇവർ ജസ്റ്റ് ഒരു സിംഗിൾ ടാപ്പിന് ഇവർ അയച്ചെടുക്കും. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ കാർബൺ ഫൈബറാണ് കണ്ടാൽ മനസ്സിലാകുന്നത്. ടയേഴ്സ് ആണെങ്കിൽ ടയേഴ്സ് അയക്കാൻ ഇവർക്ക് 3-4 സെക്കൻഡ് മാത്രം ടൈമുണ്ട്, അതിനുള്ള റീപ്ലേസിങ് കിട്ടും. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് തീരെയില്ല. ഇവൻ ഈ ഒരു നമ്മുടെ ക്യാമറ പോയിട്ട് നമ്മൾ 2 ഫിംഗർ പോലും അതിനകത്ത് പോലെ ഇടും. കാരണം ഇവർ ഓടിക്കുന്ന ട്രാക്കുകളൊക്കെ അത്രയും പെർഫെക്റ്റ് ട്രാക്കായിരിക്കും. ഇപ്പോൾ ബേക്കത്തെ ടയറുണ്ടോ, FIA സ്പോയിലർ, അതാണ് അവിടെ ലൈറ്റ് വരുന്ന സാധനം കേട്ടോ, അത് ബേക്കിലുള്ളത്. അപ്പോൾ ഇത് ഒരു ഹ്യൂജ് സാധനമാണ്. ഇത് അഴിച്ചിറക്കി കഴിഞ്ഞാൽ ഇതിനുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹെവി ആയിട്ട്. അതുകൊണ്ട് ഈ ഗ്ലാസ് ഉണ്ടോ, ഒരു 3 ഗ്ലാസ് കൊടുക്കണ്ടോ, ഈ കുഞ്ചി ഗ്ലാസ് ഉണ്ട്, അതാണ് അതിൻ്റെ വിൻഷീൽഡ്. അപ്പോൾ തല ഇവിടെ വരും. ഇപ്പോൾ നമ്മൾ വണ്ടി മറന്നാലും ആ മുകളിലുള്ള സാധനത്തിനോട് തട്ടിയിട്ട് സർവീസ് പോകും കേട്ടോ. മൊത്തത്തിൽ ഹ്യൂജ്. ആധികാരികമായിട്ട് അറിയാമല്ലേ, നല്ലോണം സംസാരിക്കുന്നുണ്ടല്ലോ. പിന്നെ അറിയാണ്ട് നമ്മളെന്നാണ് വണ്ടിപ്രാന്നല്ലേ അല്ലേ, നമുക്കെന്താ വണ്ടീനെ പറ്റി അറിയാൻ എടുക്കുമോ? ഇതൊക്കെ മെർച്ചൻസ് വിൽക്കുന്ന ഷോപ്പുകളാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒറിജിനൽ ക്യാപ്സ് കേട്ടോ. പിറേലിൻ്റെ ഒക്കെ റിവോൾട്ടിൻ്റെയും അതിൻ്റെ ഇതൊക്കെ ഒരുപാട് കമ്പനീസിൻ്റെ ഒറിജിനൽ ക്യാപ്സ് ഉണ്ട്. ഇതൊക്കെ ഒറിജിനൽ സാധനമാണ്, ചാത്തനല്ല. 50 യൂറോ കേട്ടോ, 5000 രൂപയാണ് ക്യാപ്പിന് റേറ്റ് വരുന്നത്. എല്ലാ കമ്പനിയിലുണ്ട്. എനിക്ക് ക്യാപ്പ് വേണം അവളെ, വാ. ആ പൈസയിലേക്ക് അരപ്പവൻ്റെ ഗോൾഡ് മേടിക്കും, അതുപോലെ ജേഴ്സി കേട്ടോ. അപ്പോൾ നമുക്കിതിനോട് ക്രേസ് ഇല്ല, നമുക്കിതിനോട് താല്പര്യമില്ല, അതുകൊണ്ടല്ല നമ്മൾ വാങ്ങാത്തത്. 5000 രൂപ കൊടുത്തിട്ടുള്ള ക്രൈസ്, തൊപ്പി വാങ്ങുന്ന ക്രൈസ് വേണ്ട നമുക്ക് ആൾക്കാർക്ക്. പക്ഷെ എന്നാലും വാങ്ങാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ, എല്ലാവരും വാങ്ങുന്നുണ്ട്. അവർ ക്രൈസ് ഉണ്ട്. ഇവിടെ റെഡ് ബുള്ളിലെ കാറുകളുണ്ട്. ചാട്ടാക്കോ, മസ്താങ്ക ഏതാ വണ്ടി ഇത്? എനിക്ക് തോന്നുന്നു ഇതില്ലേ, ഈ റേസിന് മുന്നേ ശേഷമൊക്കെ ഒരു വണ്ടി ഫ്രണ്ടിൽ ബേക്കിൽ ഓടും, അതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്താ സൗണ്ടില്ലേ? ഇത്രയും ആൾക്കാർ ഇവിടെ വന്നത് കാണാൻ വേണ്ടി കേട്ടോ. അതിനിടയിൽ ഞാൻ അവിടെ ഒരു സെക്യൂരിറ്റിയുടെ അടിയാക്കി. കാരണം ഞാൻ അതിലൂടെ കയറാൻ നോക്കുമ്പോൾ അവൻ കയറാൻ പാടില്ല വന്നു. കയറാൻ പാടില്ലെന്ന് അവനക്ക് പറയാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കിൽ അവൻ എൻ്റെ അവൻ്റെ ഷോൾഡറിനെ പിടിച്ചിട്ട് എവിടെ വന്നിട്ട് സോറി പറഞ്ഞ പിടിച്ചോ ഓക്കെ ആയിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് അവിടെ ഞാനൊരു സെക്യൂരിറ്റി ഒച്ചപ്പാടാക്കി നേരത്തെ. കാരണം നമ്മൾ അവിടെ പോയിട്ട് ഉള്ളിലേക്ക് കയറാൻ നോക്കുമ്പോൾ സെക്യൂരിറ്റിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല അവൻ. ഓക്കെ, നമ്മൾ പുറത്തേക്ക് വന്നാൽ അപ്പോൾ പിടിച്ച് അവൻ എൻ്റെ ഷോൾഡർ ഇവിടെ കൈവച്ച് ഇങ്ങനെ. ഞാൻ പറഞ്ഞു ടച്ച് ചെയ്യരുത്, ഞാൻ സ്ട്രോങ് ആയിട്ടും ഡോണ്ട് ടച്ച് മീ. അപ്പോൾ അവൻ എന്നോട് സോറി പറഞ്ഞു കേട്ടോ. എക്സിറ്റ് ആണ്, എനിക്കറിയില്ലോ. ഞാൻ ആ വണ്ടീൻ്റെ സൗണ്ട് കേട്ട് ഇതിൽ മേലെ വണ്ടീൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഓടിപ്പോതല്ലേ. എല്ലാവരും അവിടെ കിട്ടെ ഇവിടെ നിട്ടുന്നില്ല നല്ല വൃത്തിയിൽ. ഇപ്പോൾ നമ്മൾ പിറ്റിൻ്റെ വേറെ സൈഡൊക്കെ പോകണം. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കാണാം ഈ ഒരു ഏരിയയുടെ വലിപ്പം. എൻ്റെ മോനെ നമ്മുടെ ബൈക്ക് അവിടെ ആയിട്ടുള്ളത്. ഇത്രയും ദൂരം നമ്മൾ നടന്നിട്ടാവും. നോക്കി നിങ്ങൾ, ഇത്രയും ദൂരം നോക്കിയാൽ. ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്ന വലിപ്പം കണ്ടോ നിങ്ങൾ? ഇത്രയും ദൂരത്തിൽ നോക്കിയേ. എൻ്റെ മോനെ, 10,000-കണക്കിന് ക്യാമ്പർ വാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്ര ആൾക്കാരുണ്ടെന്ന് നോക്കിയേ. അതാണ് ഞാൻ പറഞ്ഞ കേട്ടോ, ഇതൊരു വല്ലാത്തൊരു ഗെയിമാണ്. ബൽക്കി സ്റ്റോപ്പാർ എന്നെ പ്രഭ എന്നെ മിസ്സാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ മംഗലം കേൾക്കേണ്ടി വരും. ഗൈസ്, ഞാൻ ഒരു കല്യാണം കഴിക്കാൻ നോക്കുന്നുണ്ട്. രണ്ടാമതും ഒരു കല്യാണം കൂടി കഴിക്കാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. സ്ത്രീധനോ കാര്യങ്ങളൊന്നും വേണ്ട. എന്നെയും ബൽക്കിനെയും പൊന്നുപോലെ നോക്കിയാൽ മതി. നമ്മൾ രണ്ടുപേരെയും നോക്കുന്ന ഒരാളെയാണ് എനിക്ക് വേണ്ടത്. അല്ല ബൽക്കിയെ?
കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പണി നീ എടുക്കേണ്ടി വരും. ഞാൻ ഒരു പണി ബൽക്കി ഒരു പണി എടുക്കില്ല, എല്ലാ പണിയും നീ എടുക്കേണ്ടി വരും. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞത് പൈസ കാര്യങ്ങളൊന്നും നമുക്ക് വേണം. പാവപ്പെട്ട വീട്ടിൽ പൈസക്കാരോടൊന്നുമില്ല. ട്രാവലൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആളായിരിക്കണം. പാസ്പോർട്ട് എടുക്കാനുള്ള അഡ്രസ്സൊക്കെ ഉണ്ടാണ്, അത്രയേ ഉണ്ടോ. ഓക്കെ, എന്താണ് അവിടെ സംഭവിക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ? ഓ, ട്രാക്കിലേക്ക് ഓടുന്ന വണ്ടിയിട്ട് ട്രാക്കിൽ ഏതോ ഒരു വണ്ടി ഓടുന്നത്, അതിന് ഒച്ചപ്പാടാണ്. നമ്മളങ്ങനെ നടന്നു കിടന്ന് ഓപ്പോസിറ്റ് സൈഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്രാക്ടീസ് കഴിഞ്ഞോളൂ. ഇന്ന് പ്രാക്ടീസ് ഉണ്ടാകുന്ന പറ്റും, അത് കഴിഞ്ഞു. ഇന്നിപ്പോൾ മെഴ്സിഡീസിൻ്റെ ആൾക്കാരാണ്, അവരവിടെ സ്ക്രീനിൽ അവിടെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ടോയ്ലറ്റിന് മുമ്പിലൊക്കെ ആൾക്കാരൊക്കെ ക്യൂ ആണ്. ഇതെങ്ങനെയാണ് ഈ ടോയ്ലറ്റ് ഇവർ ഇത്ര വൃത്തി സൂക്ഷിക്കുന്ന രഹസ്യം അറിയോ? ഇവർക്ക് വെള്ളം വേണ്ട ഗായ്സ്, ഇവർക്ക് ടിഷ്യൂ മതി ഗായ്സ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ഒരു 10 ആൾ പോകുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരുപാട് ടാങ്കൊക്കെ വേണ്ടി വരില്ലേ? ഇവർക്ക് എന്തില്ല, വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇവർക്ക് ഫ്ലഷ് ചെയ്യാനുള്ള വെള്ളം മാത്രമുണ്ട്. പിന്നെ ടിഷ്യൂ ഇല്ല, ടിഷ്യൂ എല്ലാവരും ബാഗിൽ എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ ഒരു മറയും ഒരു കുഴിയും കിട്ടിക്കഴിഞ്ഞാൽ അപ്പിടാം. എം എ റൈറ്റ്? വലിയ ടിഷ്യൂ ആണ്. അവിടെ നോക്കാം, അവിടെ പോകാം. ഇവിടെ അലോട്ട് ഉണ്ട്. വാ, നടന്നു നമ്മൾ തളർന്നു ഗായ്സ്. ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഹജ്ജിന് പോയാൽ ഫീലായിട്ട് ഇവിടെ. ഈ ക്യൂവിൻ്റെ പുറകിൽ നിൽക്കുക. ഞാൻ പോയിട്ട് നീ പോയാൽ മതി. അപ്പോൾ നിൻ്റെ ടൈമും കൂടെ നമുക്ക് കിട്ടുമല്ലോ. ഞാൻ ഫസ്റ്റ് പോകും, നീ മാറിക്കും. അല്ല, നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ നമുക്ക് 1 മിനിറ്റ് കിട്ടും, 1 സെക്കൻഡ് ഇട്ട് വെച്ചോ. ഞാൻ 1 സെക്കൻഡ്, നീയും കൂടെ നോക്കുമ്പോൾ 1 സെക്കൻഡ് കൂടെ കിട്ടി. അപ്പോൾ നമുക്ക് 2 സെക്കൻഡ് കിട്ടി. അവിടെ നിന്ന് അത്രേ ഉള്ളൂ. പ്ലീസ്, എന്താ നമുക്ക് കുറച്ചും കൂടെ ടൈം കിട്ടല്ലോ. വാ, അപ്പോൾ നിനക്ക് കൂടുതൽ ടൈം കിട്ടിയില്ലേ? വന്നു മതി, കുറച്ചും കൂടി സമയം നിന്നോടെ നിൽക്കാം അവിടെ. അല്ല, വാന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് വാന്നല്ലോ പറഞ്ഞേ. നമുക്ക് ഇവിടെ ഇരിക്കാം. വാ, നമ്മളതെല്ലാം ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. റാവുത്തർ വരട്ടെ, എന്നിട്ട് പോവാം. നമ്മളെ കൊണ്ടുവന്നോ വരട്ടെ. ഇപ്പോൾ നമ്മളങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് ഗായ്സ്. ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും കൂട്ടണമായിരുന്നു റെസ്റ്റ് എടുക്കാൻ. ബൽക്കിയിലോട് സുഖം തന്നെ. ഇപ്പോൾ ബൽക്കിൻ്റെ മടിയിൽ ഇങ്ങനെ തലവെച്ചെടുക്കാം. റാവുത്തർ വെക്കുന്നത് ഇങ്ങനെ വരും, നമ്മളവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇതുകൂടെ എക്സിലേറ്റിങ് കേട്ടോ. സംഭവം വെച്ചാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പീൽബർഗ് എന്ന ഏരിയ എന്ന് പറഞ്ഞാൽ വണ്ടിപ്രാന്തന്മാരുടെ സിറ്റിയാണ്. ഇപ്പം റെഡ് ബുൾ പോലത്തെ ഒരുപാട് ബ്രാൻഡുകളുടെ ഫൗണ്ടേഴ്സൊക്കെ ഇവരാണ്. അതുകൊണ്ടാണ് അവരുടെ സ്വന്തം ട്രാക്ക്. ഈ ഏരിയ മൊത്തം റെഡ് ബുളിൻ്റെയാണ്. നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ അവിടെ ഈ എനിക്ക് പട്ടണത്തിന് ഒരു എല്ലാ ഭാഗം ഓൺ ചെയ്യുന്ന റെഡ് ബുള്ളാണ്. അപ്പോൾ അവരുടെ ഒരുപാട് പ്രാക്ടീസ് ഗ്രൗണ്ടുകൾ, F1 ട്രാക്ക്, MotoGP ട്രാക്കുകൾ, ഒരുപാട് സെറ്റപ്പ് കൂടി ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഫാക്ടറീസൊക്കെ ഈ ഒരു ഏരിയയിലുണ്ട്. ലോകമെമ്പാടുള്ള ഒരുപാട് ആൾക്കാർ ഒഴുകിയെത്തുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കൊച്ചു പട്ടണം. ഓസ്ട്രേലിയ നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്തൊക്കെ മനസ്സിലാവും. DNA എന്നൊക്കെ ഏകദേശം 100-200 കിലോമീറ്ററിൻ്റെ അടുത്ത് ലെങ്ത് ഉണ്ട്, ദൂരമുണ്ട്. ഇവിടുത്തേക്ക് മൊത്തം നടുവിലുള്ള കുഞ്ഞു ടൗണാണ്. പക്ഷേ സൂപ്പർ കേട്ടോ. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, ഒരു ഫെസ്റ്റിവൽ മൂഡിൽ. പുള്ളി അടിപൊളിയായിട്ട് സാധനം നോക്കിയുന്നുണ്ട്. മലയാളത്തിൽ പറയടാ. അതായത് പുള്ളിക്കാരൻ ഷംപിയോൺ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ മഷ്റൂമിന് പറയുന്നത് ഷംപിയോണ്. പിന്നെ വൂർസ്റ്റ് കേട്ടോ, വൂർസ്റ്റ്. അതുപോലെ തന്നെ തെറിയാക്കി സോസ്, ഇതൊക്കെ ഇവരടിച്ച ബിയറിന്റെ കുപ്പികൾ ഇവിടെ അലങ്കാരം വെച്ചിട്ടൊക്കെ ഇവരടിച്ച ബിയറിന്റെ കുപ്പികൾ ഇവിടെ അലങ്കരിക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിങ്ങള് എന്ത് പ്രാന്തന്മാരുടെ ഇത്. ഹൈനിക്കൻ കമ്പനീൻ്റെ എനിക്കൊന്നൊരു 5-6 കേസ്, 6 പോരാട്ടോ, ഒരു 10 കേസ് ഇവിടെ നിറച്ച് ഇവർ അടിച്ച് ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്. റിയൽ പ്രാന്തന്മാർ. ഇവരൊക്കെ ബിയറൊക്കെ അടിക്കുന്ന അങ്ങനെയാണ്, ഒരു വൈബിനാണ്. നമ്മളൊക്കെ നാട്ടില് ഒരു സംഭവമുണ്ട്, ഇവിടെ കിട്ടുന്ന ബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% പ്യൂർ ആയിട്ടുള്ള ബിയറാണ്. കാര്യം ഇവിടെ കാണുന്ന പാടങ്ങളിലുള്ള ഗോതമ്പ് എടുത്തിട്ടാണ് ബിയർ ഉണ്ടാക്കുന്നത്. കെമിക്കൽ ഒരു സാധനം പോലും കെമിക്കൽ ആഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം വെള്ളം ചെക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്യൂർ ആയിട്ടാണ് ബിയർ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈന്. പിന്നെ ഇവർക്ക് കിക്ക് ആവേണ്ട ഒരു സാധനം അല്ല കേട്ടോ. ഇവർ ആ ഒരു വൈബിന് വേണ്ടിയിട്ടാണ് ഇവർ അടിക്കുന്നത്. അതാണ് മരത്തിനൊക്കെ ഉണ്ടാക്കിയ ഫോർമുല ആണ് ഇവര് ഇതിൽ കാണുന്നുണ്ട്. അത് സിമുലേറ്റർ കേട്ടോ, സിമുലേറ്ററാ. സെറ്റാണ് ഇവരെ പൂളൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് മൊത്തത്തില്.
അടിപൊളി ആൾക്കാർ എനിക്ക് ഇഷ്ടപ്പെട്ടാ. അല്ലെ ഉച്ചയ്ക്ക് ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ടിട്ട് അതിലിട്ടിട്ട് വെള്ളടിച്ച് ഇങ്ങനെ വീട്ടിരിക്കുന്നുണ്ടോ. ഹാപ്പി മൊത്തത്തിലൊരു ഫെസ്റ്റിവലാണ്, ഒരു ഉത്സവമാണ്. എല്ലാവരും നല്ല ഇതിൽ എൻജോയ് ചെയ്യുന്നുണ്ട്, നമ്മളും നല്ല ഇതിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് ടു ബി ഓണസ്റ്റ്. എന്ന് വെച്ചാൽ നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി എടുത്ത് താങ്ക്സ് ബ്രോ. പിന്നെ ഇതുവഴി പോകണോ ഏത് വഴി വേണമെങ്കിലും പോകാം, വഴി തെറ്റോന്നാണ് തോന്നുന്നത്. അല്ല അവിടെ ബോർഡർ ഉണ്ട് കയറാൻ. ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇതേ കൂടെ ഇറങ്ങി പോയി. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് വെച്ചാൽ ബൽക്കിക്ക് ഈ ഒരു യാത്രയിൽ ഇത് കാണാൻ പറ്റി. ബൽക്കി അതിനെപ്പറ്റി അറിയില്ലെങ്കിലും ചിലപ്പം ഭാവിയിൽ എപ്പോഴെങ്കിലും പഠിച്ചില്ലേ പുതിയ ഡെവലപ്പ് ഈ സംഭവം അറിയാം, ഇതിന്റെ പേരറിയത്തില്ല. ഭയങ്കര ഹാപ്പി പീപ്പിളാണ് ഇവിടെ. നമുക്ക് കച്ചറയിലെ അല്ലെങ്കിൽ പ്രശ്നക്കാരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല കേട്ടോ. എല്ലാവരും ഭയങ്കര ഫെസ്റ്റിവൽ മൂഡിലാണ്. എല്ലാവരും വരുന്നു, ബിയറൊക്കെ അടിക്കുന്നു, സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കുന്നു, അവർ ഫുഡൊക്കെ ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, അവിടെ പോകുന്നു, കളി കാണുന്നു. ഒരു 3-4 ദിവസം എന്തായാലും ഈ ഒരു ക്രൗഡ് ഇവിടെ ഉണ്ടാവും. ഞായറാഴ്ച തീർന്നു കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച എല്ലാവരും ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്ത് ആ വണ്ടിയിൽ വീട്ടിലേക്ക് പോകും. എന്ന് വെച്ചാൽ അവരുടെ ഒരു അവധിക്കാലം ആഘോഷിക്കാൻ വന്നൊരു ഫീലാണ്. പിന്നെ ടിക്കറ്റ് റേറ്റ്സ് ഒക്കെ ഭയങ്കര ഹൈ ആണ്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ലക്ഷങ്ങൾ മുടക്കി വിദേശ യാത്ര പോകുന്നാൽ ഇവരെ ക്യാരവാൻ എടുത്തിട്ട് ആ പൈസയും മുടക്കിയിട്ട് ഇങ്ങനെ കളികൾ കാണാൻ വരത്തേ ഉള്ളൂ. പിന്നെ ഫാൻസാണ്, അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു ഇതുണ്ടാവും. സോ ഹാപ്പി വെരി വെരി ഹാപ്പി. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. നമ്മളെ വണ്ടി അവിടെ ഉണ്ട്. വീട്ടിൽ പോയിട്ട് നമ്മൾ പിന്നെ എന്താ പറയുക, ബിരിയാണി ഉണ്ടാക്കും, കഴിക്കും, എന്നിട്ട് കുറച്ച് റെസ്റ്റൊക്കെ കിടന്നുറങ്ങും. ഒരു 6 മണിയാകുമ്പം ബിരിയാണിൻ്റെ മത്തൊക്കെ തീർന്നു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നമ്മൾ അടുത്ത സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പോട്ടെ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. താങ്ക് യു ബ്രോ, താങ്ക്സ് ടു ബൽക്കി, താങ്ക് യു ഗായ്സ്. അടിപൊളി വീഡിയോസ് വരാണ്ട്, F1-ൻ്റെ അല്ല, ഇവിടുത്തെ ലോക്കൽ വീഡിയോസ് വരാണ്ട് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അടുത്ത എപ്പിസോഡ് കാണാം.